Statements in C++. What do you mean by looping statement? The repeated set of statements in a program is known as looping statements or iteration statements. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റീവായി ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. So in C++, there are three looping statements. They are while loop, for loop, do while loop. While is the keyword, for is the keyword, and do while is the keyword. നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് C++ൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. സോ എല്ലാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനും പൊതുവേ 4 കമ്പോണൻറ്റ്സ് ആവശ്യമാണ്. അതൊക്കെയാണ് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, update expression, loop body. The set of statements that used for repeated execution. നമുക്ക് റിപ്പീറ്റായി എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലൂപ്പ് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു ജോലി 10 പ്രാവശ്യം ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യണം. അത് എത്ര പ്രാവശ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അപ്പോൾ ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോൾ നമ്മളിങ്ങനെ ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഒരു വേരിയബിളിലായിരിക്കും. ആ വേരിയബിൾ എന്ന് പറയുന്ന പേരാണ് കൺട്രോൾ വേരിയബിൾ. സോ ആ വേരിയബിൾ ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. 1 10 പ്രാവശ്യം ആയതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ 1 പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ചെക്ക് ചെയ്യും 1 ≤ 10 ആണോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. 2 ആക്കും. കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എഗെയിൻ ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ ഒരു പ്രാവശ്യമേ നടക്കുന്നുള്ളൂ. പിന്നെ 3 സ്റ്റെപ്പുകളും റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി, അപ്ഡേറ്റ്. ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ലൂപ്പുകളും. അപ്പോൾ എല്ലാ ലൂപ്പുകൾക്കും വേണ്ട 4 ഘടകങ്ങളാണ് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അതിനൊരു വാല്യൂ നമ്മൾ കൺട്രോൾ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. തുടങ്ങും എത്ര പ്രാവശ്യം ആ ജോലി റിപ്പീറ്റീവായി ചെയ്യണം. അത് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ പറയുന്ന പേരാണ് കൺട്രോൾ വേരിയബിൾ. സോ ഇനീഷ്യലി എ വാല്യൂ ഇസ് ഇൻപുട്ടഡ് ഇൻ ടു ദ കൺട്രോൾ വേരിയബിൾ. നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത്? 10 പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജോലി 10 പ്രാവശ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തിയോ? ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞു. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തതിനാണ് അപ്ഡേറ്റ്. വീണ്ടും ചെക്ക് ചെയ്യുന്ന കണ്ടീഷനായോ 10 ആയോ, ഇല്ലെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും until the condition is true. എപ്പോഴാണോ കണ്ടീഷൻ until the condition is false. എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആകുന്നത് അപ്പോഴാണ് നമ്മൾ ലൂപ്പിൽ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. So a looping statement has 4 components: initialization, test expression, update expression, and loop body. So the loop body is the set of statements for repeated execution. The execution is continued as long as the text expression is true. Text expression true ആവുന്നവരെ, ട്രൂ ആകുമ്പോഴൊക്കെ ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ ആ ജോലി അവിടെ സ്റ്റോപ്പ് ആവുന്നുള്ളൂ. So variables used in the test expression is called loop control variable. Update expression changes the value of the loop control variable. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഓരോ ടാസ്ക് കഴിയുമ്പോഴും വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ 3 looping statements in C++. They are while loop, do while loop, and for loop. ഈ 3 ലൂപ്പുകളെ നമുക്ക് 2 ആയി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ is entry control loop and second one is exit control loop. Entry control loop എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the test condition is checked first. ആ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ആ ലൂപ്പ് ബോഡി എന്തെങ്കിലും എക്സിക്യൂട്ട് ആവില്ല, നേരെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും.
എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. ആദ്യം ഒരു പ്രാവശ്യം ആ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോഴാണ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സെക്കൻഡ് കമ്പാരിസൺ, ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ്, ടെസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആയി ലൂപ്പ് ബോഡി വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. ആദ്യമേ തന്നെ കണ്ടീഷൻ ഫാൾസ് ആയാൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ആവില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് കണ്ടീഷൻ ഫാൾസ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലൂപ്പ് ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് ലാസ്റ്റാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ കൂടെ ലൂപ്പ് ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും. എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. നമുക്കൊന്നുകൂടെ വ്യക്തമായി പറയാം. സോ ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട്. ഈ ബോഡി ഓഫ് ദ ലൂപ്പ്, ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ ലൂപ്പ്, ഇതാണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടേക്ക് കിടക്കുന്നതിന് മുന്നേ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രൂ ആണോ. ഈ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ, ഈ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി കൺട്രോൾ ലൂപ്പിൽ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ നോക്കൂ, ഇത് എൻട്രി ചെയ്യുന്ന സമയത്ത് നേരെ ആദ്യം ചെയ്യുന്നത് എന്തിനെയാണ്, ബോഡി ലൂപ്പിനെയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ചെയ്തു, ഇതിന് പുറത്ത് പോകുമ്പോഴാണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, ബോഡി ഓഫ് ദ ലൂപ്പ്. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ നേരെ പുറത്തേക്ക് വരും. ഇതാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. ഇനി നമുക്ക് ഓരോ ലൂപ്പുകളെയും പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഇസ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ ലൂപ്പുകളും 4 മേജർ കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ലൂപ്പ് ബോഡി, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. സോ അതാണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. ശ്രദ്ധിക്കുക, സിൻടാക്സ് വളരെ പ്രാധാന്യമാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ. ഈ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ആരെയും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, നമ്മുടെ കൺട്രോൾ വേരിയബിളിൻ്റെ ആ ജോലി എത്ര പ്രാവശ്യം ചെയ്യണം അത് തീരുമാനിക്കുന്നതിന് മുന്നേ അതിലേക്കൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യണം. സോ അതിൻ്റെ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ C++ എവറി സ്റ്റേറ്റ്മെൻറ്റ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും അവസാനം സെമിക്കോളൻ നിർബന്ധമാണ്. സിൻടാക്സ് ശ്രദ്ധിക്കുക. വൈൽ ഈസ് എ കീവേഡ്. നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്ന ബ്രാക്കറ്റിൻ്റെ അകത്താണ്. അതുകൊണ്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. സോ വൈലിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്താണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി വൈലിൻ്റെ അകത്ത് കേളി ബ്രാക്കറ്റ്, ഇതിൻ്റെ അകത്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്ത ലൂപ്പ് ബോഡി അടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഒരു ജോലി കഴിഞ്ഞു, ആ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാം. ലാസ്റ്റ് ആ പ്രോഗ്രാം വൈൽ ലൂപ്പ് അവസാനിക്കുന്ന സമയത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. സോ ലൂപ്പ് ബോഡിയുടെ അകത്ത്, ഈ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യേണ്ടത്, സെമിക്കോളൻ വെച്ചിട്ടാണ്. ഇവിടെ ഒന്നും സെമിക്കോളൻ ഇല്ല. സോ സിൻടാക്സ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. നമ്മൾ ഈ ടാസ്ക് നമുക്ക് 1 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യണം. 0 മുതൽ 0 to 4 നമുക്ക് ആദ്യത്തെ 5 വാല്യൂ ഇൻപുട്ട് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദിസ് ഇസ് ഇനീഷ്യലൈസേഷൻ. വാല്യൂ കൊടുത്തു. ഐ ഇവിടെ എന്താണ്, കൺട്രോൾ വേരിയബിളാണ്. ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇൻപുട്ട് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. വൈ ലൂപ്പ്, ഇത് ലൂപ്പാണ് അല്ലേ. അപ്പോൾ റിപ്പീറ്റ് വൈ ജോലി ചെയ്യാൻ പോവുകയാണ്. ചെക്ക് ചെയ്യാണ്, 0 <5 ആണോ. കണ്ടീഷൻ ട്രൂ ആണല്ലോ, 5നേക്കാൾ താഴെയാണ് 0. ട്രൂ ആണെങ്കിലാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നേരെ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. തുടക്കുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ 0 <5 ട്രൂ ആണ്. നേരെ ലൂപ്പിൻ്റെ അകത്തേക്ക് പോയി. ഇവിടെ എന്താ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഐ പ്രിൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്താണ്, 0 ആണ്. 0 പ്രിൻറ്റ് ചെയ്തു. I++ നമുക്കറിയാം ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഐയുടെ വാല്യൂ 1 ആയി. ഇത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, വീണ്ടും കണ്ടീഷൻ ചെക്കിങ്ങിനാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എപ്പോൾ വരെ, ഈ കണ്ടീഷൻ ഫാൾസ് ആണ് വരെ. 1 ആയി. 1 <5 യെസ്, കണ്ടീഷൻ ഈസ് ട്രൂ. എഗെയിൻ 1 പ്രിൻറ്റ് ചെയ്തു. 2 ആയി. 2 <5 യെസ്, കണ്ടീഷൻ ഈസ് ട്രൂ. പ്രിൻറ്റ് 2. ദെൻ 3 <5 എഗെയിൻ ട്രൂ. പ്രിൻറ്റ് 3 പ്രിൻറ്റ് ചെയ്തു. 4 ആയി.
4 ലെസ് ദാൻ 5, എഗെയിൻ കണ്ടീഷൻ ഈസ് ട്രൂ, 4 പ്രിൻ്റ് ചെയ്തു, 5 ആയി. 5 ലെസ് ദാൻ 5, 5 ലെസ് ദാൻ 5 ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോവുള്ളൂ. അപ്പോഴേക്കും എന്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും? 0 to 4 വരെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് എ റിപ്പീറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഇനീഷ്യലൈസേഷൻ നടക്കുന്നത് ലൂപ്പിൻ്റെ മുകളിലാണ്. കണ്ടീഷൻ നടക്കുന്നത് വൈലിൻ്റെ അകത്ത്, ബ്രാക്കറ്റിൻ്റെ അകത്താണ് കണ്ടീഷൻ എഴുതുന്നത്. പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് ലൂപ്പിൻ്റെ ബോഡിയും അപ്ഡേറ്റ് എക്സ്പ്രഷനും വരുന്നത്. സോ ദിസ് ഇസ് ദ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് പറഞ്ഞു ഇറ്റ് ഈസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ആദ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിക്കുക. എഗെയിൻ ഇവിടെ ഡു വൈൽ ലൂപ്പിന് തൊട്ട് മുകളിലാണ് ഇനീഷ്യലൈസേഷൻ. ലൂപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുന്നെയാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. ഡു വിതിൻ ബ്രാക്കറ്റ് ലൂപ്പ് ബോഡി, ആദ്യം ബോഡി ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, കാരണം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞല്ലോ, വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പോകുമ്പോഴാണ് വൈൽ എഴുതുന്നത്. ടു വൈൽ കണ്ടോ, ശ്രദ്ധിക്കണം. വയലിൻ്റെ കൂടെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത്. ഇവിടെ പ്രത്യേകതയുണ്ട്, സെമി കോളൻ. കഴിഞ്ഞ പ്രാവശ്യം എവിടെയും സെമി കോളനില്ല. വൈൽ ലൂപ്പിൽ ഇവിടെ ഒന്നും സെമി കോളനില്ല. സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എറർ, നമുക്ക് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ പക്ഷേ എന്തുണ്ട്? സെമി കോളൻ ഉണ്ട്. അപ്പോൾ എക്സാമ്പിളിലേക്ക് പോവാം. നേരത്തെ പോലെ തന്നെ നമ്മൾ 0 മുതൽ 4 വരെ പ്രിൻറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത അതേ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. നമ്മൾ i = 0 ഇനീഷ്യലൈസ് ചെയ്തു, ലൂപ്പിൽ കയറി. ഡു വൈൽ ലൂപ്പാണ്. ആദ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം എന്തായി? 0 പ്രിൻ്റ് ചെയ്തു, 1 ആയി. പോണ സമയത്താണ് വൈൽ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 1 ലെസ് ദാൻ 5 ആണോ? യെസ്. എഗെയിൻ നമ്മൾ 1 പ്രിൻ്റ്. പിന്നെ ഈ കറസ്പോണ്ട് ഇനി സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോൾ വരെ? ഈ കണ്ടീഷൻ ഫോൾസ് ആണ് വരെ. 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. 1 പ്രിൻ്റ് ചെയ്തു, സോറി 1 പ്രിൻ്റ് ചെയ്തു. ദെൻ എന്തായി? 2 ആയി. 2 ലെസ് ദാൻ 5 ആണ്, എസ് ട്രൂ ആണ്. 2 പ്രിൻ്റ് ചെയ്തു, 3 ആയി. i++ എന്ന് പറയുമ്പോൾ 3 ആയി വാല്യൂ. 3 ലെസ് ദാൻ 5, എസ് ട്രൂ. 3 പ്രിൻ്റ് ചെയ്തു, i++ മീൻസ് 4. 4 ലെസ് ദാൻ 5, എസ് ട്രൂ. 4 പ്രിൻ്റ് ചെയ്തു, 5 ആയി. i++ എന്ന് പറയുമ്പോൾ 5. 5 ലെസ് ദാൻ 5 ആണോ? അല്ല, ഫോൾസ്. അപ്പോഴേക്കും നമ്മൾ 0 മുതൽ 4 വരെ ഡു വൈൽ ലൂപ്പിൽ പ്രിൻ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. പുറത്തേക്ക് പോകുമ്പോഴാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. നേരെ മറിച്ച് വൈൽ ലൂപ്പിൻ്റെ കേസിൽ ആദ്യമേ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ബോഡി എന്തായില്ല? എക്സിക്യൂട്ട് ചെയ്യില്ല. തേർഡ് വൺ, ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ കേസ് വളരെ നമ്മൾ പഠിച്ച 4 കമ്പോണൻസിലും 3 എണ്ണവും ഒരൊറ്റ ഇതിൻ്റെ അകത്താണ്. 4 ഇസ് എ കീവേഡ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ് എന്ത് നടക്കുന്നത്? ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ലൂപ്പ് ബോഡി മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ കേസിലും നടക്കുന്ന സെമി കോളൻ. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ സെമി കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞ സെമി കോളൻ. കണ്ടോ? ഇവിടെ ഒന്നും ബാക്കി പുറത്തൊന്നും സെമി കോളൻ. ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് എല്ലാം സെമി കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ജോലി ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാൻ നോക്കാം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഗെയിൻ ദിസ് ഇസ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി ചെയ്യുന്നതിന് മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഇങ്ങനെയാണ് വർക്കിംഗ്. 4 ഇനീഷ്യലൈസേഷൻ നടക്കുകയാണ്. i = 0. ദെൻ i ലെസ് ദാൻ 5 ആണ്. പിന്നെ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ്, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാണ്. 0 ലെസ് ദാൻ 5 ട്രൂ ആണ് അല്ലേ? നേരെ ഇങ്ങോട്ട് പോകുന്നു, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. 1 പ്രിൻ്റ് ചെയ്തു. സ്ലാഷ് മീൻസ് ന്യൂ ലൈൻ, അടുത്ത ലൈനിലേക്ക് പോകാനുള്ളതാണ് സ്ലാഷ്. ഇനി അപ്പോൾ ഇതേ ഉള്ളൂ, 1 പ്രിൻ്റ് ചെയ്തു. നേരെ പോകുന്നത് കണ്ടീഷൻ അപ്ഡേറ്റിലേക്കാണ്. 0 എന്തായി? 1 ആയി. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. 1 പ്രിൻ്റ് ചെയ്തു, എഗെയിൻ അപ്ഡേറ്റ്. സോ ദിസ് പ്രോസസ് ഇനീഷ്യലൈസേഷൻ ഒരു പ്രാവശ്യം നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ ദിസ് കണ്ടീഷൻ ഈസ് ഫോൾസ്. എപ്പോഴാണോ 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ വരുന്നത്, 5ഓ 5നേക്കാൾ ഗ്രേറ്റർ ആയ വാല്യൂ വരുന്ന സമയത്താണ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത്. അപ്പോൾ പ്രോസസ്സ് എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. നേരെ ഫോർ ലൂപ്പിൻ്റെ ഔട്ടിലേക്ക് പുറത്തേക്ക് വരും. അപ്പോഴേക്ക് നേരത്തെ പ്രീവിയസ് പ്രോബ്ലം പോലെ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? 0 1 2 3 4. ഐയുടെ വാല്യൂ 5 ആവുന്ന സമയത്ത് 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആയി. എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. സോ അത്രയാണ് നമ്മളുടെ ലൂപ്പുകൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ സിൻടാക്സ് പ്രകാരം ഏതൊക്കെയാണ്? വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ്. സോ അടുത്ത ടോപ്പിക്കാണ് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ലൂപ്പിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്.
Placing a loop inside the body of another loop is called nesting of a loop or nested loop. ഒരു ലൂപ്പിനെ മറ്റൊരു ലൂപ്പിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. അപ്പോൾ രണ്ട് ലൂപ്പുണ്ട്, ഇന്നർ ലൂപ്പ് ഉണ്ടാവും, ഔട്ടർ ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കാം. So in a nested loop, the inner loop statement will be executed repeatedly as long as the condition of the outer loop is true. അതായത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറെ ലൂപ്പാണ് അല്ലേ. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അത്രയും പ്രാവശ്യം ആര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും? ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. കണ്ടോ, ദിസ് ഇസ് എ ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തെ ബോഡി എന്താണ്? ഇറ്റ് ഈസ് അനദർ ഫോർ ലൂപ്പ്. അപ്പോൾ അത് പുറത്തുള്ള ഫോർ ലൂപ്പിനെ പറയുന്ന പേരാണ് ഔട്ടർ ലൂപ്പ്, അതിൻ്റെ അകത്തുള്ള ലൂപ്പിനെ പറയുന്ന പേരാണ് ഇന്നർ ലൂപ്പ്. സോ ഫോർ ലൂപ്പിൻ്റെ ആവണമെന്നില്ല, നമുക്ക് വൈൽ ലൂപ്പ് ആവാം, ഡു വൈൽ ലൂപ്പ് ആവാം, ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേറെ വൈലാവാം, അല്ലെങ്കിൽ ഫോറിൻ്റെ അകത്ത് ഡു വൈലാവാം. സോ എനി ലൂപ്പ്, എ ലൂപ്പ് വിത്തിൻ അനദർ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ലൂപ്പ് പ്ലേസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. സോ ആദ്യം ഇനീഷ്യലൈസേഷൻ, ഔട്ടർ ലൂപ്പിൽ ഐ ഒരു പ്രാവശ്യം, ഇനീഷ്യലൈസേഷൻ എപ്പോഴും ഔട്ടർ ലൂപ്പിൽ ഒരു പ്രാവശ്യമേ നടക്കുന്നുള്ളൂ. ഐ ഈക്വൽ ടു 1. ദെൻ കണ്ടീഷൻ ചെക്കിംഗ് ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ. 1 2-നേക്കാൾ ലെസ് ആണ്, കണ്ടീഷൻ ട്രൂ ആയി. ലൂപ്പിൻ്റെ ബോഡിയിലേക്ക് പോകും. അപ്പോൾ അഗെയിൻ ദർ ഇസ് അനദർ ലൂപ്പ്. അവിടെ എന്താണ്? ജെ ഈക്വൽ ടു 1 വീണ്ടും ഇനീഷ്യലൈസ് ചെയ്തു. ജെ എന്ന് പറഞ്ഞാൽ വേറെ വേരിയബിളാണ് ഇനീഷ്യലൈസ് ചെയ്തത്, കാരണം വേറെ ലൂപ്പ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് യൂസ് ചെയ്തു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്, 1-നേക്കാൾ 3 ലെസ് ആണ്. എന്ത് പ്രിൻറ്റ് ചെയ്തു? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു, ജെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1. എഗെയിൻ പോകുന്നത് എങ്ങോട്ടാണ്? ഈ ലൂപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ ഈ ലൂപ്പിൻ്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. 2 ആയി. ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? യെസ്. വീണ്ടും ആരെ പ്രിൻറ്റ് ചെയ്തു? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ തന്നെയാണ് 1 തന്നെയാണ്, ജെയുടെ വാല്യൂ എന്തായി? 2 ആയി. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്ത് നടക്കുമ്പോൾ നേരെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു, 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, യെസ്, കണ്ടീഷൻ ട്രൂ ആയി. നേരെ ലൂപ്പിൻ്റെ അകത്ത് പോയി ആരെ പ്രിൻറ്റ് ചെയ്തു? ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 3. വീണ്ടും അപ്ഡേറ്റ് ചെയ്തു, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല, ഫോൾസ് ആയി. നേരെ നമ്മൾ എങ്ങോട്ടാ? ഈ ലൂപ്പിൻ്റെ പുറത്തെന്ന് പറയുമ്പോൾ അത് നമ്മൾ മറ്റേ ലൂപ്പിൻ്റെ അകത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ നേരെ ഇവിടുത്തെ ഇൻക്രിമെൻറ്റിലേക്കാണ് പോകുന്നത്. ഐയുടെ വാല്യൂ എന്തായി? 2 ആയി. ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും നമ്മൾ ഈ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഈ ലൂപ്പിൻ്റെ ബോഡി പറഞ്ഞാൽ വേറെ ലൂപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ വീണ്ടും ജെ വെച്ച് തുടങ്ങി തന്നെയാണ്, കാരണം ഈ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ജെ ഈക്വൽ ടു 1, യെസ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. ഇതിൻ്റെ അകത്തുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്ത് ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്, ജെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. വീണ്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്യും, 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, യെസ്, ട്രൂ ആണ്. വീണ്ടും ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 2. എഗെയിൻ ജെയുടെ വാല്യൂ 3 ആയി. അപ്ഡേറ്റ് ചെയ്തപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, യെസ്, കണ്ടീഷൻ ഈസ് ട്രൂ. വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഐയുടെ വാല്യൂ 2 ആണ്, ജെയുടെ വാല്യൂ 3 ആണ്. വീണ്ടും 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല, ഈ ഇന്നർ ലൂപ്പ് നമ്മൾ പുറത്തേക്ക് വന്നു. പോകുമ്പോൾ നേരെ പോകുന്ന അപ്ഡേറ്റിലേക്കാണ്. അപ്പോൾ 2 നേരത്തെ 2 ആയിരുന്നു, ഇതെന്തായി? 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? ഇല്ല, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഔട്ടർ ലൂപ്പിലെ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എത്ര നേരം ഈ കണ്ടീഷൻ ഔട്ടർ ലൂപ്പ് ട്രൂ ആവണോ അത്രയും പ്രാവശ്യം ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയാണ് നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. So this is a program to display a triangle of stars. ഒരു ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് യൂസിങ് നെസ്റ്റഡ് ലൂപ്പ്. സോ ഇവിടെ ഇതേപോലെ പ്രോഗ്രാം ആയതുകൊണ്ട് ഹാഷിങ്ങിലൂടെ യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റിനകത്ത് വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ കീവേഡാണ് ഷോർട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്? ഷോർട്ട് പഠിച്ചിട്ടുണ്ട്, ലോങ് പഠിച്ചിട്ടുണ്ട്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. ദർ ആർ different types of modifiers. So using ഇൻറ്റീജറിൻ്റെ കൂടെ നമുക്ക് ഏതൊരു ഡാറ്റ ടൈപ്പിൻ്റെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഡാറ്റയെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ij 2 വേരിയബിൾ യൂസ് ചെയ്തു കൺട്രോൾ വേരിയബിളായിട്ട്. ഇവിടെ എഗെയിൻ ദർ ഇസ് എ ഫോർ ലൂപ്പ്, ഫോറിൻ്റെ അകത്ത് വേറെ ഫോർ ലൂപ്പാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ 4i = 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ?
അതെ, നേരെ ലൂപ്പിൻ്റെ അകത്ത് കയറി. സ്ലാഷ് മീൻസ് ന്യൂ ലൈൻ. ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ 1. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടീഷൻ ഫോൾസ് ആണ് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 1 ഐ അല്ലേ, ജെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഐ മീൻസ് 1 ആണ്, ഐയുടെ വാല്യൂ 1 ആണ് അല്ലേ, ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. അപ്പോൾ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. യെസ്, ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യില്ലാതേ ഉള്ളൂ. ആരെ പ്രിൻറ്റ് ചെയ്തു? ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല, ഫോൾസ് ആയി. നേരെ നമ്മൾ ഐ പ്ലസ് പ്ലസ് 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ്. സ്ലാഷ് മീൻസ് നെക്സ്റ്റ് ലൈൻ. ജെ ഈക്വൽ ടു 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, കണ്ടീഷൻ ട്രൂ ആണ്. സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതെ, ട്രൂ ആണ്. വീണ്ടും സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലൈനിൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും എത്ര വരെ? ഈ കണ്ടീഷൻ ഫോൾസ് ആണ് വരെ. ഈ കണ്ടീഷൻ ഫോൾസ് ആവാന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ലൈനിൽ എന്താവണം? ഈ ലൈൻ 6 ആവണം. 6 ലെസ് ദാൻ ഓർ 6 ആയിരിക്കണം ഐയുടെ വാല്യൂ. അപ്പോൾ അത്രയും പ്രാവശ്യം 5 പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. 6ാമത്തെ പ്രാവശ്യം ലൂപ്പ് ഒന്ന് പുറത്തേക്ക് വരും. അപ്പോഴേക്കും 5 ലൈനിൽ പ്രിൻറ്റ് സ്റ്റാർ. ആദ്യത്തെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യപ്പോൾ ഒരു പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം വർക്ക് ചെയ്തു, പിന്നെ 3 ടൈംസ് 4 ടൈംസ് 5 ടൈംസ്, അപ്പോഴേക്കും 5 സ്റ്റാർ ഇങ്ങനെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഫോർ ലൂപ്പ്, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് വെച്ച് നമ്മളിങ്ങനെയാണ് പ്രോഗ്രാം എഴുതാം.